ഇവിടെ എല്ലാം കടകൾ 3 കടകൾ തൂത്തി തുറന്ന് കടയ്ക്കകത്ത് കയറി സാധനങ്ങളെല്ലാം എടുത്തെന്നാ പറയുന്നത്. ഇവിടുത്തെ ഷട്ടർ തുറന്ന് താക്കോല് പൂട്ട് പൊളിച്ച് വെച്ചേക്കുമായിരുന്നു. തുറക്കാൻ പറ്റിയിട്ടില്ല. തുറന്ന് ഷട്ടർ പൊക്കിയിട്ടില്ല. പൂട്ട് പനലാക്കി അങ്ങനെ പുതിയ പൂട്ട് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പഴയ പൂട്ട് താൻ്റെ ഇവിടെയാണ്. അങ്ങനെ രാത്രി ഭയങ്കര ശല്യം. ഇവിടെ താഴെയെല്ലാം ഭയങ്കര ആൾക്കാരാണെന്ന് പറയുന്നു. ഭയങ്കര ശല്യം. രാത്രി ഇവിടെ വന്ന് കിടന്നു മലമൂത്ര വിസർജനവും വെള്ളം അടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നു മലമൂത്ര വിസർജനം നടക്കും. അങ്ങനെ ഭയങ്കര സ്മെല്ല് കാരണം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പകലായ പോലും അവിടെ ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് കാരണം നമ്മൾ 2 സൈഡിലും ഗ്രില്ലിട്ട് കടയിട്ട് ഗ്രില്ലിട്ട് പൂട്ടി വെച്ചേക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു സൈഡിൽ മാത്രം ഗ്രില്ലിടാത്തതുകൊണ്ട് അതിനകത്തൂടെ ഇപ്പം കയറി ഇപ്പം ഈ 3 കടകളും കുത്തി തുറന്നേക്കുന്നത്. നമ്മുടെ കട പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മേളോട്ട് ഷട്ടർ പൊക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും പൂട്ട് തല്ലി പൊളിച്ച് വെച്ചേക്കുമായിരുന്നു. പുനലൂർ പട്ടണത്തിൽ കഴിഞ്ഞ 1 മാസത്തിനിടെ നടന്നത് ചെറുതും വലുതുമായ 10ഓളം മോഷണങ്ങളാണ്. അത്ര തന്നെ മോഷണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. CCTVയുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികളെ പിടികൂടി തെളിവെടുപ്പ് നടത്തി ജയിലുകളിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലും മോഷണത്തിന് പൂർണ്ണമായും അറുതി വരുത്തുവാൻ നിയമപാലകർക്ക് കഴിയുന്നില്ല. പുനലൂർ മൂർത്തിക്കാവിന് സമീപത്തെ SNDP ഗുരുദേവ ക്ഷേത്രത്തിലും KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലും മോഷണങ്ങൾ നടന്നതാണ് ഒടുവിലെ സംഭവം. ഇതിലെ 2 മോഷണങ്ങളിലെയും പ്രതികളെ അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ച പുനലൂർ മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തെ കടകൾ കുത്തിത്തുറന്ന പണമപഹരിക്കാൻ ശ്രമവും നടന്നിരുന്നു. മാത്ര ആയിരവല്ലി ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപത്തെ അല്ലമീൻ ജ്വല്ലറിയിലും മോഷണം നടന്നു. കടകൾ, ബേക്കറികൾ, ജ്വല്ലറികൾ എന്നിവിടങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടക്കുമ്പോഴും കവർച്ച പൂർണ്ണമായും അവസാനിപ്പിക്കുവാനോ പ്രതികളെ അമർച്ച ചെയ്യുവാനോ പോലീസിന് കഴിയുന്നില്ല. KSRTC ഡിപ്പോയുടെ പ്രധാന കെട്ടിടം മോഷണ സംഘങ്ങളുടെ താവളമായി മാറുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് സമീപത്തെ വ്യാപാരികൾ തന്നെ പറയുന്നു. ഞായറാഴ്ച രാവിലെ നമ്മൾ കട തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ 2 അപ്പുറത്തെ കട മൊത്തം തുറന്ന് നടക്കുമായിരുന്നു. അതുവരെ അതിനകത്തുനിന്ന് അതിനകത്ത് വെച്ചിരുന്ന പൈസയും നമുക്ക് പൈസ മാത്രമേ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. ഇപ്പുറത്തെ കടയിലെ സ്റ്റേഷനറി സാധനവും പൈസയും മൊത്തം കൊണ്ടുപോയിരുന്നു. ഏകദേശം എന്തൊക്കെ നഷ്ടമുണ്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം? എല്ലാം കൂടെ എനിക്ക് 8,400 രൂപ എൻ്റെ കയ്യിലിരുന്ന ചില്ലറയും മുന്നോട്ട് കൂടെ കൊണ്ടുപോയി. തൊട്ടിപ്പുറത്തെ കടയിലെ ഒരു 15,000 രൂപ പുറത്ത് പോയിട്ടുണ്ട്. മൊത്തം സാമൂഹിക വിരുദ്ധന്മാരുടെ ഇടത്താവളമായി മാറിയിരിക്കും അതിനകത്ത് മൊത്തം. ഈ കെട്ടിടത്തിന് എതിർവശത്ത് വെട്ടിപ്പുഴത്തോടിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഇരട്ട കൊലപാതകം നടന്നത്. KSRTC ഡിപ്പോയ്ക്ക് പിന്നിൽ കല്ലടയാറിനോട് ചേർന്നുള്ള ഭാഗത്തും ആക്രമണങ്ങളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പതിവ് സംഭവമാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഞാൻ വൈകിട്ടൊരു 8:30യോടുകൂടി കടയടച്ചിട്ട് പോവുകയും എല്ലാ സാധനങ്ങളും ഭദ്രമായി പൂട്ടിയിട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അടുത്ത ദിവസം വെളുപ്പിന് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തൊട്ടടുത്ത കടയിലുള്ള റജി എന്ന് പറയുന്ന കടയുടെ ഓണർ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയും കട ആരോ തുറന്നിട്ടിരിക്കുകയാണ്, കടയിൽ കള്ളം കയറി എന്ന് എന്നെ അറിയിക്കുകയും ആ അറിയിച്ചതിനെ തുടർന്ന് ഞാൻ അപ്പോഴേ തന്നെ കടയിൽ വരികയും വന്നപ്പോഴത്തേക്കും എൻ്റെ കട തുറന്ന് ഷട്ടർ പൊക്കിയിട്ട് അതിനകത്തുള്ള ഞങ്ങൾ ആ കടയ്ക്ക് ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും പൂട്ടുകളെല്ലാം കൂടെ വെട്ടിപ്പൊളിച്ച് മാറ്റിയിടുകയും കടയ്ക്ക് ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് കണ്ടമാന സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുകയും ഒരുപാട് സാധനങ്ങൾ എൻ്റെ സ്റ്റേഷനറി ഐറ്റങ്ങൾ അത് നഷ്ടപ്പെടുകയും പിന്നെ ഞാൻ ആ മേശയ്ക്കകത്ത് വെച്ചിരുന്ന ഒരു 10,000 രൂപ അടുക്കി ഒരു കവറിനകത്ത് ഭദ്രമായിട്ട് വെച്ചിരുന്ന ആ കവറ് മാത്രമുണ്ട്, അതിനകത്ത് പൈസയില്ല. പിന്നെ ഞാൻ കച്ചവടം ചെയ്തിട്ടുള്ള ചെറിയ 10 രൂപ 20 രൂപ നോട്ടുകൾ ഏതാണ്ട് ഒരു 12,000 പരം നോട്ടുകൾ ഞാൻ ഒരു ബോക്സിലിട്ട് വെച്ചിരുന്നു, അതും ഇല്ല. പിന്നെ നാണയങ്ങൾ എല്ലാം കൂടെ ചില്ലറ നാണയങ്ങൾ 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ 20 രൂപ നാണയങ്ങൾ അതെല്ലാം കൂടെ ഓരോ ബോക്സിലും ഇങ്ങനെ പ്രത്യേകം ഇട്ട് വെച്ചിരിക്കുന്നൊരു രീതിയായിരുന്നു നമ്മൾ പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പൈസകളൊന്നും 1 രൂപ പോലും ഇല്ലാതെ അത് മൊത്തം തട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കണക്കാക്കിയാൽ തന്നെയും
അതും ഒരു 2000-2500 രൂപയുടെ പുറത്ത് പൈസയുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 10-15,000 രൂപയോളം എനിക്ക് സാമ്പത്തിക പൈസയായിട്ട് നഷ്ടം വരികയും പിന്നെ ഈ അവിടുത്തെ സ്റ്റേഷനറി ആയിട്ടുള്ള എൻ്റെ കടയിൽ കച്ചവടം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഏതാണ്ട് ഒരു 10,000 രൂപയിൽ പുറത്തുള്ള സാധനങ്ങൾ എനിക്ക് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മേഖലകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും രാത്രികാലങ്ങളിൽ പൂർണ്ണമായും പോലീസിന്റെ സേവനം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഉറപ്പാക്കണം എന്നുമുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കൃത്യനിർവഹണത്തിന് ആവശ്യാനുസരണം ഉദ്യോഗസ്ഥരില്ലാത്തതും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.